ജുവലറി ഷോപ്പിൽ നിന്നിറങ്ങി കാറിലേക്ക് കയറിയിരിക്കുമ്പോൾ മേരിയുടെ മുഖം തെളിഞ്ഞ ആകാശം പോലെ ആയിരുന്നു. മേരി, എന്താ ഇച്ചായ? ഇത് മാത്രം മതിയോ? കല്യാണമല്ലേ വരുന്നത്, മറ്റെന്തേലും വേണേൽ വാങ്ങാം. വേണ്ടിച്ചായ, മാലയും വളയും കമ്മലും എല്ലാം വല്യപ്പൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പാദസരം മാത്രമേ ഇല്ലാതിരുന്നുള്ളൂ. ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചതാ. ആ ബോക്സ് നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു. കാറ് തറവാട്ടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. മേരി വെപ്രാളത്തിൽ ഡോർ തുറന്ന് ഇറങ്ങാൻ തുടങ്ങിയതും സക്രിയ അവരുടെ കയ്യിൽ പിടിച്ചു. അവൾക്ക് ഒരു സംശയവും തോന്നരുത്. സാവധാനം എല്ലാം കൊച്ചിനോട് പറയാം. ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നത് അമ്മയാണ്, ഓർഫനേജിലാക്കിയത് വല്യപ്പച്ചനാണ് എന്നൊക്കെ അറിയുമ്പോൾ മോൾ ആകെ മൊത്തം തളർന്നു പോകും. അറിയാ ഇച്ചായ. വന്നല്ലോ എൻ്റെ മേരി. നിന്റെ ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നു, ത്രേസ്യാമ്മ പറഞ്ഞു. മേരിക്കുട്ടി പുഞ്ചിരിച്ചു. വല്യമ്മച്ചി രണ്ടുപേരെയും ചുഴിഞ്ഞു നോക്കി. ഇവിടെ ആളെണ്ണം കൂടിയതുകൊണ്ട് ഇവർ രണ്ടും ഹണിമൂൺ ആഘോഷിക്കാൻ പോയതാണോ? അമ്മച്ചി, എൻ്റെ മോളെവിടെ? പെട്ടെന്ന് മേരി ചോദിച്ചതും ത്രേസ്യാമ്മയുടെ കണ്ണുകൾ സക്രിയയുടെ മുഖത്ത് പതിച്ചു. ഞാൻ പറഞ്ഞമ്മച്ചി. ഇതാര്? മേരി വന്നല്ലോ. ഇപ്പോഴാ എനിക്ക് സമാധാനം ആയത്. നീരജയും വന്നു. മേരിയുടെ കണ്ണുകൾ ആരെയോ കൊതിയോടെ പരതുന്നുണ്ട്. നിഷമോൾക്ക് പനി. പകലൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇന്നലെ രാത്രി തുടങ്ങിയതാ. ഡെന്നി രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നീരജ പറഞ്ഞു. അയ്യോ, എന്താ പെട്ടെന്ന്? മഴ നനഞ്ഞിട്ടുണ്ടാവും ചേട്ടത്തി. ഇല്ല മേരി, രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ വന്നില്ല. തലവേദനയാ, വേണ്ടാന്ന് പറഞ്ഞ് ഡെന്നിയുടെ കയ്യിൽ നിന്നും ഒരു ടാബ്ലറ്റ് മേടിച്ച് കഴിച്ച് കിടന്നു. രാവിലെ കിച്ചണിൽ ഹാജരാകുന്ന ആളിനെ കാണാത്തത് കൊണ്ട് റൂമിൽ വരുമ്പോൾ മോൾക്ക് നല്ല പനി. ഡെന്നിയുടെ കാറ് മുറ്റത്ത് നിർത്തിയതും മേരിയുടെ കണ്ണുകൾ സന്തോഷത്തിൽ തിളങ്ങി. എൻ്റെ മോള്. അവളെ ഒന്ന് കാണാനുള്ള വെപ്രാളത്തിൽ പടിക്കെട്ടുകൾ ഓടിയിറങ്ങാനൊരുങ്ങവേ കൈത്തണ്ടയിൽ സക്രിയ പിടുത്തമിട്ടു. വിജയ, വരട്ടെ, നിന്റെ അരികിലേക്ക് തന്നെ ആദ്യം വരും. തല കുലുക്കി സമ്മതിച്ചിരുന്നു ആ അമ്മ. കാറിൽ നിന്ന് ഇറങ്ങി സിറ്റൗട്ടിൽ കയറിയ നിഷ സക്രിയയെ നോക്കി. അയാളിൽ ഒരു പുഞ്ചിരിയുണ്ട്. പപ്പ എപ്പോൾ വന്നു? സക്രിയയുടെ അടുത്തേക്കാണ് ആദ്യം ചെന്നത്. ഇപ്പോൾ വന്നതേയുള്ളൂ. പനിയാണോ? പെട്ടെന്ന് എന്തു പറ്റി? അയാൾ അവളുടെ നെറ്റിയിൽ കൈവച്ചതും നിഷ കണ്ണുകൾ മുറുകെ അടച്ചു നിന്നു. കണ്ണിൻ്റെ ഇരു സൈഡിലുമായി കണ്ണുനീരിൻ്റെ നനവ്. മേരിക്കുട്ടി അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. ഞാനൊന്ന് കിടക്കട്ടെ, ശരീരവേദനയുണ്ട്. മേരിയെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൾ മുന്നിലേക്ക് നടന്നതും അവർ വിതുമ്പലോടെ ചുണ്ട് കടിച്ചു പിടിച്ചു. മോളെ. സകല നിയന്ത്രണവും വിട്ട് വിളിച്ചു പോയി. അവൾ തിരിഞ്ഞു നോക്കാതെ നിന്നു. മേരി അമ്മയോട് പിണക്കമാണോ? കാറ്റ് പോലെ നിഷയ്ക്ക് അടുത്തേക്ക് പാഞ്ഞു. അവൾ തല താഴ്ത്തി നിന്നതേയുള്ളൂ. എന്തിനാ എൻ്റെ മോള് പിണങ്ങി? ഇടർച്ചയോടെയുള്ള മേരിയുടെ സ്വരം. പറയ് മേരിയമ്മേ, ഇഷ്ടമല്ലേ? വല്യമ്മച്ചിക്ക് അടുത്ത് പോയപ്പോൾ എന്നെ മറന്നില്ലേ? 2 ദിവസമായില്ലേ? വിളിച്ചില്ലല്ലോ. ഞാൻ കാത്തിരുന്നു. 3 വയസ്സുകാരിയെ പോലെ അവൾ കവിൾ വീർപ്പിച്ചു. വല്യമ്മച്ചിയും സക്രിയയും ഡെന്നിയും നീരജയും നിഷയെ തന്നെ നോക്കി. ഇങ്ങനെ പിണക്കം കാണിക്കുന്ന ആളല്ല എൻ്റെ ആനി. പെട്ടെന്ന് എന്താ പറ്റിയത്? ഡെന്നി സംശയത്തോടെ താടിയിൽ വിരലോടിച്ചു. നിഷ കൊച്ചിനെ മേരിയമ്മ മറന്നതല്ല. പ്രതീക്ഷിക്കാതെ പപ്പയുടെ സ്നേഹം കിട്ടിയപ്പോൾ അറിയാതെ മനസ്സ് മറ്റെങ്ങോ സഞ്ചരിച്ചു പോയി. മോളെ മറക്കാൻ അവൾക്ക് പറ്റുമോ? സക്രിയയാണ് പറഞ്ഞത്. നിഷ ചെറുതായി ഒന്ന് ചിരിച്ചു. മേരി പേഴ്സ് തുറന്നു. ജുവൽ ബോക്സ് കയ്യിലേക്ക് എടുത്തു. കൊച്ചു വന്നേ. നിഷയുടെ കയ്യിൽ പിടിച്ച് സെറ്റിയിലിരുത്തി. മേരി നിലത്തായിരുന്നു. സ്വർണ്ണ പാദസരമെടുത്ത് കാലിൽ വെച്ചു. ഇഷ്ടായോ? പപ്പ വാങ്ങി തന്നതാ. പാദസരത്തിൻ്റെ കൊളുത്ത് പല്ല് വെച്ച് കടിച്ചു മുറുക്കുമ്പോൾ അവരൊന്ന് വിങ്ങിപ്പൊട്ടി. മേരിയമ്മയ്ക്ക് എന്താ പറ്റിയേ? എൻ്റെ പിണക്കം മാറി. കാണാതെ വന്നപ്പോൾ ചെറിയൊരു സങ്കടം വന്നു. പിന്നെ നീരജാൻറ്റി ഉണ്ടായിരുന്നത് കൊണ്ട് അത് മാറി. ഞാനൊന്ന് പേടിപ്പിച്ചതാ. ഈ മേരി കൊച്ച് ഇത്രയ്ക്കേ ഉള്ളൂ വല്യമ്മച്ചി. അവൾ കുറുമ്പോടെ എഴുന്നേറ്റു. പാൻറ് കുറച്ച് പൊക്കി ഡെന്നിക്ക് അടുത്തേക്ക് വന്ന് കാല് നീട്ടി വെച്ചു. ഇച്ചായ കണ്ടോ, പപ്പ വാങ്ങി തന്നതാ. ഞാൻ അന്ന് പറഞ്ഞില്ലേ? ആഗ്രഹം സാധിച്ചല്ലോ. ഇനി എൻ്റെ ആനി പോയി കിടന്നോ. ഇഞ്ചക്ഷൻ എടുത്തതല്ലേ. പനി 110 ഡിഗ്രി ആയിരുന്നു. പോയി റെസ്റ്റ് എടുക്ക് ചെല്ല്. അവൾ റൂമിലേക്ക് കയറും മുന്നേ
തല ചരിച്ച് മേരിയെ മാത്രം ഒന്ന് നോക്കി. ആ നിമിഷം ഹാളിൽ നിൽക്കുന്ന മറ്റെല്ലാവരുടെയും രൂപം അവ്യക്തമായിരുന്നു. ഷർട്ടൂരി ബിന്നിലേക്കിട്ട് കബോർഡിൽ നിന്നും ഒരു ടീഷർട്ട് എടുക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അരുണ, എന്താടാ ശബ്ദം അടച്ചല്ലോ, ചുമയാണോ? അല്ലടി, മേരി അമ്മ വന്നു. ഞാൻ അവളോട് എങ്ങനെയാ പറയുക? കുഞ്ഞാണ്, ഉൾക്കൊള്ളാൻ കഴിയോ? തളർന്നു പോവോ? ഒന്നുമില്ല ഡെന്നി, ആദ്യത്തെ റിയാക്ഷൻ നീ കാര്യമാക്കണ്ട. സ്വന്തം അമ്മയെ കിട്ടുവല്ലേ. ആ യാഥാർത്ഥ്യത്തിലേക്ക് അവൾ മടങ്ങി വരുന്ന നിമിഷം ഒരുപാട് സന്തോഷിക്കും. പിന്നാലെ പാതിയായി ഈ വട്ടനെയും അച്ഛനെയും കിട്ടുമ്പോൾ ഈ ഭൂമിയിൽ ഏറ്റവും ഭാഗ്യവതി നിന്റെ ആനിക്കൊച്ചായിരിക്കും. അപ്പോൾ വൈകിപ്പിക്കണ്ട, പറയാം അല്ലേ? ഹാ പറയ്. ആ അമ്മയും മകളും എല്ലാം മറന്ന് സന്തോഷിക്കട്ടെ. അടുത്ത മാസം ആദ്യം മിന്നുകെട്ടാണ്. അത് കഴിഞ്ഞ് നീ നിഷയും പോവുമല്ലേ. അവസാന നിമിഷം മേരിയമ്മ തൻ്റെ അമ്മയാണ് എന്നറിയുമ്പോൾ അവൾക്ക് നിന്റെ ഒപ്പം വരാൻ വിഷമം തോന്നും. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പറഞ്ഞേക്കിടനി. നീ പറഞ്ഞത് ശരിയാ. എൻ്റെ മിന്ന് ഏറ്റുവാങ്ങുമ്പോൾ ആനിക്കൊച്ചിൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാവാനേ പാടില്ല. അവളെന്നും ഹാപ്പിയായിരിക്കണം. ഡോർ അടയുന്ന ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. കോൾ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ടു. എന്താ മേരിയമ്മേ? അവർ അടുത്തേക്ക് വരുന്നുണ്ട്. തൊഴി കൈകളോടെ നിൽക്കുന്നവരെ കണ്ടതും ഡെന്നിയുടെ മുഖം ചുരുങ്ങി. ഒന്ന് പറയൂ. എനിക്ക് പറ്റില്ല അമ്മാന്ന് എൻ്റെ മോള് വിളിക്കുന്നത് കേൾക്കാൻ കൊതിച്ചു പോവുക. ഈ ഇച്ഛനെ അവൾക്ക് ഒരുപാട് ഇഷ്ടം. എല്ലാം പറഞ്ഞ് അവളെ എൻ്റെ മോളായി ഒന്ന് കൊണ്ടു തരുമോ? അവൻ വേദനയോടെ അവരെ നോക്കി. പറയാം, ഇന്ന് തന്നെ പറയാം. മിന്നുകെട്ട് കഴിഞ്ഞ് ഉടനെ നിങ്ങൾ പോവുമോ മോനെ? ആ, പിറ്റേന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് പോകണം. ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ലമ്മ. പേഷ്യൻസ് ഒരുപാടുണ്ട്. ഇടയ്ക്ക് മോളെ കൊണ്ടുവരണം. കൊണ്ടുവരാം. നിങ്ങൾക്ക് അങ്ങോട്ടും വരാലോ. നിഷാനിക്ക് ഒപ്പം നിൽക്കാം. അവൻ ഓരോന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് വിട്ടു. കർത്താവേ. ഡെന്നി നെഞ്ചുഴിഞ്ഞുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. എടാ ചെക്ക, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? ഹരി അമ്മയെ കൂർപ്പിച്ച് നോക്കി. എൻ്റെ മോനെ, 9 മണിയല്ലേ ആയിട്ടുള്ളൂ. മോള് വരും. ഒന്ന് പോയേമ്മ. 8:30 മണിക്ക് വരുന്നതാ. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. ദേവിയമ്മ പടിക്കെട്ടിലിരുന്നു. നീ ഒരു കസേരയിൽ നീണ്ടു നിവർന്നിരിക്കുന്നത് പോലെ അല്ല. മോൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. അതിനിടയ്ക്ക് ഫോൺ ചത്തത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഹരി നിശ്വാസത്തോടെ ഗേറ്റ് ഭാഗത്തേക്ക് നടന്നു. പുറത്തിറങ്ങി റോഡിലേക്ക് നോക്കി. അമ്മ ദേ വരുന്നുണ്ട്, ഇങ്ങ് വരട്ടെ. അവൻ മുണ്ട് മടക്കി ഉടുത്തു. ദേവിയമ്മയ്ക്ക് ചിരി വന്നു. പിന്നെ നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ എന്തോ അങ്ങ് ചെയ്തു കളയും എന്ന ഭാവമാണ്. പേടിത്തൊണ്ടൻ. അരുണ കാറിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റായി അല്ലേ ഹരി? ഹാ, ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടെ നിനക്ക്? വീട്ടിലിരിക്കുന്നവരെ പേടിപ്പിക്കാൻ. അവൻ ദേഷ്യത്തിലാണ്. ഹരി പെട്ടെന്ന് അകത്തേക്ക് പോവുകയും ചെയ്തു. എന്താ മോളെ? ചെക്കൻ തീയിൽ ചവിട്ടിയ ഇവിടെ നിന്നത്. പാവമല്ലേ? എൻ്റെ അമ്മ ഇന്ന് ഉച്ചയ്ക്ക് ഡെന്നി വിളിച്ചിരുന്നു. അവനോട് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വെച്ചതും നിലത്ത് വീണ് പൊട്ടി. കടയിലിരിക്കുക, നാളെ കിട്ടും. പിന്നെ തിരക്കായിപ്പോയി. ശരി ശരി, ഇത് അവനോട് പറയും. എന്നിട്ട് കഴിക്കാൻ വാ. ഹരി കഴിച്ചില്ലേ അമ്മ? ഇല്ല, മോള് വന്നിട്ട് ഒരുമിച്ച് കഴിച്ചാണല്ലോ ശീലം. പിന്നെ ഗുളിക വിഴുങ്ങാനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ കഴിച്ചു. എന്നാ അമ്മ പോയി കിടന്നോ. ഞാൻ എൻ്റെ ചെക്കനെ ഒന്ന് സോപ്പിട്ട് പിണക്കം മാറ്റി ഫ്രഷായിട്ട് വരാം. എല്ലാം ടേബിളിൽ ഇരിപ്പുണ്ട് മോളെ. നിങ്ങൾ പതിയെ കഴിക്ക്, ഞാൻ കിടക്കാൻ പോവാം. ദേവിയമ്മയുടെ റൂം അടഞ്ഞതും അരുണ പുഞ്ചിരിച്ചു. ഹരി പിണങ്ങിയോടാ? ഫോൺ പോയെങ്കിൽ എന്താ? നിന്റെ മുന്നിൽ വേറെയും ഫോൺ ഉണ്ടല്ലോ. ഒന്ന് വിളിക്കാൻ പോലും തോന്നാത്തതാ കഷ്ടം. ആദ്യത്തെ ആ സ്നേഹം ഇപ്പോൾ നിനക്കില്ല അരുണ. ആണോ ഹരിക്കുട്ട? എന്നാ സ്നേഹിക്കട്ടെ. അവനിലേക്ക് അമർന്നു നിന്നുകൊണ്ട് വശ്യമായി ചോദിച്ചു. ഹരി അവളെ രൂക്ഷമായി നോക്കി. പ്ലീസ് അരു, എനിക്ക് വല്ലാത്ത പേടി തോന്നിപ്പോയി. നീ ചെയ്യുന്ന ജോലി. അവൾ അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചു. ഇപ്പോൾ ജോലിക്കാരിയൊന്നും പറയണ്ട. അതിനുള്ള സമയം ഇതല്ല. അവളുടെ കൈ ഇടുപ്പിൽ മുറുകുന്നു. ചുണ്ടിലൂടെ ചൂണ്ടുവിരൽ ഇഴഞ്ഞു നീങ്ങിയതും ഹരി ചിരിച്ചു. കണ്ണാ, എന്നെ ഒന്ന് പ്രണയിച്ചേക്ക. നാളെ എനിക്ക് ലേറ്റായി പോയാൽ മതി. അതുകൊണ്ട്. ഹരി അവളുടെ മൂക്കിലും മേൽചുണ്ടിലും പൊടിയുന്ന വിയർപ്പ് തുള്ളിയിലേക്ക് നോക്കി. തല താഴ്ത്തി.
അമർത്തി ചുംബിച്ചുകൊണ്ട് നുണഞ്ഞെടുത്തു. നീണ്ടുപോകുന്ന പ്രണയ നിമിഷത്തിൻ്റെ സ്വാദ് അവൾ കുറുകുന്നുണ്ട്. ഹരി അകന്നു മാറി അവളെ അടിമുടി നോക്കി. യൂണിഫോമാണ് വേഷം. ഇതിനുള്ളിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ? പെട്ടെന്ന് ഹരി ചോദിച്ചു. നീ കണ്ടിട്ടില്ലേ കുറുമ്പ? അറിയാം, എന്നാലും എന്തോ എനിക്കിഷ്ടാ. ഹരി അവളെ വാരിയെടുത്തു. എൻ്റെ കുറുമ്പ, ഇത് രാവിലെ എടുത്തണിഞ്ഞ വേഷമാ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. വേണ്ട കണ്ണ. അവൻ വാഷ്റൂമിൻ്റെ ഡോർ തുറന്നതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കരിക്കുട്ട, എൻ്റെ മാഡം പാവമല്ലേ? ഹരി കുസൃതി ചിരിയോടെ പറഞ്ഞു. അവൾ തല കുലുക്കി ചിരിക്കുന്നുണ്ട്. നിലത്തായി നിർത്തിയതും അരുണ കൈയെത്തിച്ച് ഷവർ തുറന്നു. വെള്ളത്തുള്ളികൾ അവരെ ഒന്നാകെ നനയിക്കുന്നു. ഹരി, ഈ സമയത്ത് വേണോ? നീ പാകിയ വിത്ത് ചിലപ്പോൾ മുളയ്ക്കാൻ സാധ്യതയുണ്ട്. എന്താ കണ്ണ, നിനക്ക് ഇഷ്ടമല്ലേ? എന്തിനെ? വിത്തിനെയാണോ അതോ കൃഷിക്കാരനെയോ? അവന് നേരെ തിരിഞ്ഞു നിന്നു. ഹരിയുടെ കണ്ണിലെ പ്രണയം അതവളെ കൊത്തി വലിക്കും പോലെ. രണ്ടുപേരെയും എനിക്കിഷ്ടമാണ് ഹരി. ഷർട്ടിൻ്റെ ബട്ടണുകൾ അകന്നു മാറി. കണ്ണ, അവൻ്റെ മന്ത്രണം. അരുണ പുഞ്ചിരിച്ചു. അവളെ നോക്കി കാണുമ്പോൾ നാണത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. ഹരി, ഇങ്ങനെ നോക്കാതെടാ. ഒരു IPS കാരിയാട്ടോ ഞാൻ. ആണ്, പക്ഷേ ഹരികൃഷ്ണന് നീ ഭാര്യയാണ്. ഷവറിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളിക്കൊപ്പം അവൻ്റെ ചുംബനവും അവളുടെ ഉടലിൽ പതിക്കുന്നു. പുളഞ്ഞുകൊണ്ട് അരുണ തല താഴ്ത്തി. ഹരി പ്ലീസ്. അവൾ ശിൽക്കാരത്തോടെ കുറുകുന്നു. അവൻ്റെ നീളൻ തലമുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. നമുക്ക് പോകാം ഹരി. അവൻ കൗതുകത്തോടെ അവളുടെ മുഖം കയ്യിൽ വാരിയെടുത്തു. എൻ്റെ പറമ്പിലെ വരിക്കച്ചക്ക നീ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി. കള്ളച്ചക്ക. ചെവിയിൽ ചുണ്ടടുപ്പിച്ചാണ് അവൾ പറഞ്ഞത്. ഹരി കുസൃതി ചിരിയോടെ അവളുടെ ഇടുപ്പിൽ പിച്ചി. കള്ളനൊന്നുമല്ല, തേൻ വരിക്ക എന്ത് രസാന്നറിയോ? അറിയാം, ഫ്രിഡ്ജിലിരിക്കുക. നമുക്ക് ഒരു പീസ് എടുത്ത് കഴിച്ചാലോ? അരുണ ചോദിച്ചു. എനിക്ക് വേണ്ട, രാത്രിയിൽ കഴിച്ചാൽ വയറു വേദനിക്കും. ഹരി ഗൗരവത്തിൽ പറഞ്ഞതും അരുണ വായ പൊത്തി ചിരിച്ചു. കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടക്കുമ്പോൾ അവർക്ക് മേലെ ഒരു വൈറ്റ് ബ്ലാങ്കറ്റ് ഉണ്ട്. കണ്ണ, ഉറങ്ങിയോ? ഇല്ല. എന്നെ നോക്കടി. ഓ, ഞാൻ കണ്ടതാ. പോ പെണ്ണെ, മുഖത്ത് നോക്ക് കണ്ണ. അങ്ങനെ അവൾ മിഴികൾ ഉയർത്തി. വിശക്കുന്നില്ലേ അരു? നല്ല വിശപ്പ്. അവൻ്റെ കൈകൾ വയറിനെ തഴുകുന്നുണ്ട്. നമുക്ക് പോയി എന്തേലും കഴിക്കാം ഹരി. അവൾ എഴുന്നേറ്റു. അവൻ കുറുമ്പോടെ ഇളിച്ചു കാട്ടി. ദേ ചക്ക, ഇടി കിട്ടും. അവൾ മുട്ടുമടക്കി. ഇടിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. വഷളൻ. അവൾ നിലത്ത് ആഞ്ഞു ചവിട്ടി. അവൻ്റെ കണ്ണുകൾ വികസിച്ചു. എൻ്റെ കണ്ണ, നീ എന്നെ വീണ്ടും പ്രലോഭിപ്പിക്കുകയാണോ? അരുണ ബോധം വീണതുപോലെ കൈ രണ്ടും നെഞ്ചിൽ പിണച്ചു കെട്ടി. കണ്ണുകൾ ചുറ്റിനും പരതി. ഹരി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അരുണ അരിശത്തോടെ ബ്ലാങ്കറ്റ് വലിച്ചെടുത്ത് നിലത്തേക്കിട്ടു. ഇനി ചിരിക്കടാ, ചിരിക്ക്. അവന് ഒരു കൂസലുമില്ല. അയ്യേ, ഇങ്ങനെയും മനുഷ്യരുണ്ടോ? അവൾ ചുണ്ടത്ത് വിരൽ വെച്ചു. ഉണ്ട്. ഈ ഞാൻ നീയല്ലേ നേരത്തെ പറഞ്ഞത് എന്നും കാഴ്ച കാണാറുണ്ടെന്ന്? പിന്നെന്താ? ഒന്ന് പോടാ. ഡൈനിങ് ടേബിളിൽ 2 പ്ലേറ്റ് വെച്ചു. എനിക്ക് വേണ്ട കണ്ണ, വിശപ്പില്ല. അതെന്താ? അമ്മ പറഞ്ഞല്ലോ നീ ഒന്നും കഴിച്ചില്ലാന്ന്. അത് ശരിയാ, പക്ഷേ വിശപ്പ് പോയി. അവൾ ചുണ്ട് കൂർപ്പിച്ചു. ഒരു പ്ലേറ്റിൽ 4 ചപ്പാത്തിയും കറിയും പകർന്നു. നീ ഇത്രയും കഴിക്കോ? നല്ലതാ, കഴിച്ചോ. എനിക്ക് മാത്രമല്ല, നിനക്കും കൂടിയാ. അവൻ്റെ മടിയിൽ ഹരിയെ നോക്കിയിരുന്നു. ലവ് യു ഹരി. ഇത്രയും എന്നെ സ്നേഹിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന നിനക്ക് എന്താ ഇപ്പോൾ ഞാൻ തരിക? പറയട്ടെ? ഹരി ചോദിച്ചു. വേണ്ട, പറയണ്ട. അവൻ്റെ മുഖം ചുളിഞ്ഞു. സോറി ഹരി. അവൻ്റെ താടിത്തുമ്പിൽ പതിയെ തഴുകിക്കൊണ്ട് ഒറ്റക്കണ്ണിറുക്കി. അപ്പോൾ എൻ്റെ കണ്ണന് സമ്മതം. രാത്രി എല്ലാവരും അത്താഴം കഴിക്കാനിരുന്നു. മേരിയമ്മ ഇരിക്കുന്നില്ലേ? സക്രിയയുടെ അടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ചെയറിലേക്ക് നോക്കി ഡെന്നി ചോദിച്ചു. മോൾക്ക് ഈ കഞ്ഞി കൊടുത്തിട്ട് കഴിക്കാം. നീരജ ചിരിച്ചു. എൻ്റെ മേരി, കഞ്ഞി നീ തന്നെ കൊടുത്തോ. എന്തായാലും നല്ല ചൂട് കഞ്ഞിയാ. അതിൻ്റെ ചൂടൊന്ന് മാറട്ടെ. നീ കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ കഞ്ഞി നന്നായി തണുക്കും. അവൾ പറഞ്ഞത് ശരിയാ. ഇരിക്കു കൊച്ചേ, വല്യമ്മച്ചി പറഞ്ഞു. സക്രിയ മേരിയെ നോക്കി.
മോൾക്ക് കഞ്ഞി കൊടുത്തിട്ട് നീ അവിടെ കിടന്നോ, അയാൾ പതിയെ പറഞ്ഞു. അവർ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. മേരിയമ്മേ, ഇന്ന് ആനിക്ക് വയ്യാത്തതല്ലേ, നാളെ ഞാൻ എല്ലാം പറയാം, ഡെന്നി പറഞ്ഞു. മതി മോനെ. മേരിക്കുട്ടി കഞ്ഞി ടേബിളിലേക്ക് വെച്ചു. മൂടി പുതച്ച് കിടക്കുന്നവളെ നോക്കി നിന്നു. താരാട്ടുപാടി ഉറക്കിയിട്ടുണ്ട്. പക്ഷേ അമ്മിഞ്ഞ പാൽ മാത്രം കൊടുക്കാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അവൾക്ക് അടുത്തിരുന്നു. മോളെ, എഴുന്നേൽക്ക് പൊന്നാ. നിഷ ചാടി പിടിച്ച് എഴുന്നേറ്റു. എന്തേ, ഡെന്നിയുടെ മാത്രം പൊന്നാണോ? അവൾ തല വിലങ്ങനെ ചലിപ്പിച്ചു. കഞ്ഞി കോരി തരട്ടെ? വേണ്ട മേരിയമ്മേ, വിശപ്പില്ല. കഞ്ഞി കുടിച്ച് ഗുളികയും കഴിക്കുമ്പോൾ എല്ലാ വയ്യായികയും മാറും. ഓരോ സ്പൂൺ കഞ്ഞിയായി കോരി കൊടുത്തു. അവൾ വായ കഴുകി തിരികെ വന്നു. ഗുളികയും കഴിച്ച് നിഷ കിടന്നു. ഇനി മോൾ ഉറങ്ങിക്കോ. അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ തഴുകി. ഞാൻ ഉറങ്ങുന്നത് വരെ എൻ്റെ ഒപ്പം കിടക്കുവോ? മേരിക്ക് സന്തോഷമായി. ഒരുപാട് ആഗ്രഹിച്ചതാണ്. നിഷാനി ഉറങ്ങിക്കഴിഞ്ഞ് കിടക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവൾ അങ്ങനെ പറഞ്ഞത്. നിഷ ചരിഞ്ഞു കിടന്ന് മേരിയുടെ വയറ്റിലൂടെ കൈയിട്ട് മുറുകെ പിടിച്ചു. സമയം കടന്നുപോയി. അമ്മ, പെട്ടെന്നാണ് അവൾ വിളിച്ചത്. മേരി ഞെട്ടലോടെ തല താഴ്ത്തി. ഉറക്കത്തിലെങ്കിലും വിളിച്ചല്ലോ. എൻ്റെ അമ്മ ഒരുപാട് കരഞ്ഞു അല്ലേ? നിഷ ചോദിച്ചു. മേരിയുടെ ശരീരം മരവിച്ചു പോയി. മോളെ, നീ എങ്ങനെ?